അവളെ കെട്ടിച്ചുവിടാൻ വാങ്ങിച്ചു വെച്ച മുക്കുപണ്ടം. അർച്ചനയോട് കാണിക്കാത്ത സ്നേഹം തങ്ങൾക്കും വേണ്ട എന്ന് രേവതിയും അമ്പിളിയും രാജപ്പനോട് പറയുന്നു. അച്ഛൻ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടത് ഞങ്ങളാ. ഇനി ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കും. ഇനി ഒരു സഹായവും ശ്യാമളയും മക്കളും തന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുതെന്ന് രാജപ്പൻ. സുധിക്ക് എന്റെ ഒപ്പം നിൽക്കാൻ കഴിയില്ല. ഭാമിനിയെ വിളിക്കുന്നതിൽ നിന്ന് നിരഞ്ജനയെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഉണ്ണിത്താനെ എതിർക്കുന്ന നിരഞ്ജന. എന്റെ മുന്നിൽ ഈ ഒരു പോംവഴിയേ ഉള്ളൂ. അച്ഛനിനി ഒന്നും തരില്ല. നമ്മുടെ ഇടയിൽ ഒറ്റപ്പെട്ടു പോയെന്ന്. അച്ഛന്റെ സഹായമില്ലാതെ ജീവിക്കാമെന്ന് രേവതി അമ്പിളിയോട് പറയുന്നു. രാത്രി മഴ തുടരുന്നു. ഇനി ആ പെണ്ണിന്റെ പിന്നാലെയുള്ള ഓട്ടം മതിയാക്കാനായപ്പ അവളെ കാർത്തിയായന് സൂക്ഷിച്ചതേ ചെവിളയ്ക്ക് കൊടുക്കാനെന്ന് തെളിഞ്ഞില്ലേ? എന്തു ചെയ്യുമെന്ന് എനിക്കൊരു രൂപവും ആശാനെ. അവള് ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന എനിക്ക് കിട്ടിയ വിവരം. അവിടെ ഒന്നും ആയിരിക്കത്തില്ല. അവളെ ആംബ്രോസിന്റെ പെങ്ങന്മാരുടെ വീട്ടിലായിരിക്കും. ഇവിടെ നിർത്തി പേരെടുക്കാൻ പറ്റത്തില്ലെന്ന് കാർത്തിയായിരിക്കും നല്ല പോലെ അറിയാം. കൊച്ചിനെ ചോദിച്ച് ഒന്നുകൂടി ചെവളെ കാണാൻ പോയാലോ എന്റെ ചിന്ത. പെണ്ണിനെ അവൻ കൊണ്ടുപോയെന്ന് സമ്മതിച്ചാലല്ലേ കൊച്ചിന്റെ കാര്യം പറയാൻ പറ്റൂ. അവൻ ഏക്കില്ല രായപ്പ. രായപ്പനെ അവൻ നേരെ ചൊവ്വേ പറഞ്ഞു വിടാനും പോകുന്നില്ല. കൂടുതൽ അപകടത്തിൽ ചെന്ന് ചാടാതെ തടി രക്ഷിക്കാനാ ഇപ്പൊ നോക്കേണ്ടത്. ഞാനത് വിട്ടേനെ. പക്ഷേ കൊച്ചിനെ ചോദിച്ച് SP വരില്ലേ? ഇനി രായപ്പനെ മാത്രമായിട്ട് ഞങ്ങൾ SP മുന്നിലേക്ക് വിടില്ല. നാറ്റ കേസുമായിട്ട് വന്ന അയാളെ എങ്ങനെ നേരിടണമെന്ന് ഞങ്ങൾക്കറിയാം. ഇവിടെ വന്ന് നിങ്ങളെ ആരും ഒരു ചുക്കും ചെയ്യത്തില്ല. രായപ്പൻ നാളെ മുതൽ പണിക്ക് പോകാൻ നോക്ക്. ഞാനും അതിനെ തീരുമാനിച്ചു. ഇനി അവളുടെ പിന്നാലെ ഞാനില്ല. എല്ലാം അവസാനിപ്പിച്ചു. എന്താ? എന്റെ പേര് രേവതി എന്നാ. ഞാൻ റോസ്മലയിലാ താമസിക്കുന്നത്. എന്താ രേവതി വന്നത്? എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാനുണ്ടോ? അത് ഇവിടെ തയ്യൽ ജോലിക്ക് ഒഴിവുണ്ടോന്ന് അന്വേഷിച്ച് വന്നതാ. രേവതിക്ക് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയാവോ? അറിയാം. ഞങ്ങൾ മുമ്പ് താമസിച്ചിരുന്നത് തിരുവനന്തപുരത്താ. അവിടെ ഒരു സ്റ്റിച്ചിങ് സെന്ററിൽ 4 വർഷത്തോളം ജോലി ചെയ്തിട്ടുണ്ട്. ആ കൊള്ളാലോ. പിന്നെന്തിനാ റോസ്മലയിലേക്ക് വന്നത്? അവിടെ വാടകയ്ക്കാ താമസിച്ചിരുന്നത്. അച്ഛൻ ലോറി ഡ്രൈവറാ. കുറഞ്ഞ വിലയ്ക്ക് വീടും പറമ്പും കിട്ടിയപ്പോ അച്ഛൻ ഇവിടെ വാങ്ങിയതാ. എല്ലാ വർക്കുകളും രേവതിക്ക് അറിയാവോ? അറിയാം ചേച്ചി. വീട്ടിലൊരു മെഷീനുണ്ട്. അവിടെ വലിയ ജോലിയൊന്നും കിട്ടില്ല. വെറുതെ ഇരിക്കേണ്ടെന്ന് കരുതിയാ ഞാൻ വന്നത്. ആ പിന്നെ രേവതിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും ചേച്ചി അനിയത്തി. ചേച്ചിക്ക് തിരുവനന്തപുരത്ത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലാ ജോലി. അവൾ അവിടെയാ. റോസ്മലയിൽ എവിടെ താമസം? റസാക്ക് മുക്കിനടുത്താ. ഡ്രൈവർ രാജപ്പൻ എന്ന് പറഞ്ഞാ അച്ഛൻ എവിടെ എല്ലാരും അറിയും. ഇവിടെ ഒരാളുടെ ആവശ്യമുണ്ട്. മുമ്പിരുന്ന കുട്ടി കല്യാണം കഴിഞ്ഞു പോയതാ. പക്ഷേ എന്താ ചേച്ചി? സിറ്റിയിലെ ശമ്പളം തരാനൊന്നും ഇവിടെ കഴിയില്ല. ചുരിദാറിനൊക്കെ ഇവിടെ ഇപ്പോഴും വാങ്ങുന്നത് 200 രൂപയാ. എനിക്കതറിയാം ചേച്ചി. ഇവിടെ ഞാൻ കൊടുക്കുന്ന ശമ്പളം 6000 രൂപയാ. എനിക്കത് ചേച്ചി തന്നാ മതി. ഒരു കംപ്ലൈന്റും ഉണ്ടാകാത്ത വിധത്തിൽ ഞാൻ ജോലി ചെയ്ത് തരാം. നല്ല ആത്മവിശ്വാസമാണല്ലോ രേവതിക്ക്. ജോലി അറിയാമെന്ന വിശ്വാസം ഉള്ളതുകൊണ്ടാ. എന്ന രേവതി ഈ ചുരിദാറിന്റെ ബാക്കി പണിയൊക്കെ ഒന്ന് തീർത്തേ. മെഷീനൊക്കെ അകത്തുണ്ട്. ശരി ചേച്ചി. ദാ ഇവിടെ ഇരുന്ന് തയ്ച്ചോളൂ. തയ്ച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുവന്നാ മതി. പുതുതായിട്ട് വന്ന ആളാണോ? ആ അതെ. ദാ ചേച്ചി. നന്നായിട്ടുണ്ട് രേവതി. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. രേവതി ഉച്ചയ്ക്കുള്ള ഫുഡൊന്നും കൊണ്ടുവന്നിട്ടില്ലെന്നറിയാം. ഇല്ല ചേച്ചി. ഒരു പ്രതീക്ഷയില്ലാതെയല്ലേ വന്നേ. എന്നാ പോയിട്ട് നാളെ മുതൽ വന്നോളൂ. രാവിലെ 9-ന് എത്തണം. വരാം ചേച്ചി. എന്റെ പേര് അറിയോ? ഇല്ല. സുനന്ദേന്നാ. ആ അപ്പൊ വരട്ടെ ചേച്ചി.
ഇപ്പൊ വന്ന കുട്ടി ആള് മിടിക്കുക. എന്തൊരു സ്പീഡാ! നിമിഷ നേരം കൊണ്ടല്ലേ സ്റ്റിച്ച് ചെയ്ത് തീർത്തത്. ചേച്ചി ഒരാൾ അന്വേഷിച്ചോണ്ടിരുന്നല്ലേ? ആള് തരക്കേടില്ല. ഇനി അടങ്ങി ഒതുങ്ങി നിന്നാ മതിയായിരുന്നു. വഴിന്ന് മാറടാ. വഴിന്ന് മാറാനല്ലേ പറഞ്ഞത്? റോഡ് നിന്റെ തന്ത ലോറിക്കാരൻ രാജപ്പന് സ്ത്രീധനം കിട്ടിയതാണോടി? അതേടാ, ഞാൻ അങ്ങനെയാ കരുതുന്നത്. എന്റെ അച്ഛൻ ലോറിയുമായിട്ട് വരുമ്പോ എതിരെ ഒരുത്തനും വരില്ല. വന്നാ അച്ഛൻ അവന്റെ നെഞ്ചത്തോടെ വണ്ടി കയറ്റും. വൃത്തിയോട് കാണിച്ചിട്ടും നീ ഇപ്പോഴും ജീവിക്കുന്നതേ ഞാനത് അച്ഛനോട് പറയാത്തതുകൊണ്ട് മാത്രം. നീ ചെന്ന് പറയടി നിന്റെ തന്തയോട്. എന്താണ് നീ അയാളോടൊന്നും പറയാതിരുന്നത്? എന്നെ അയാൾ കൊന്നുകളയെന്ന് പേടിച്ചിട്ടോ? ചോദിക്കാൻ അയാൾ വരട്ടടി. എനിക്കും പറയാനുണ്ട്. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ ഞാനത് വിളിച്ചു പറയും. നീ എൻ്റെ വീട്ടിൽ കയറി ഇറങ്ങി നടന്നത് നാട്ടുകാർക്കൊക്കെ അറിയാം. അതുകൊണ്ട് നീ നിന്റെ തന്തയുടെ പേര് പറഞ്ഞ് സജിയെ പേടിപ്പിക്കാൻ നോക്കാതടി. നീ നിന്റെ ചേച്ചിയും കൂട്ടി എൻ്റെ വീട്ടിൽ വന്ന് അമ്മയുടെ മുമ്പിൽ ഒരു ഷോ നടത്തിയപ്പോ സജി അങ്ങ് പേടിച്ച് വരണ്ടു പോയെന്ന് കരുതിയോടി. ഇപ്പൊ എവിടെയുണ്ടടി നിന്റെ ചേച്ചി? ചേച്ചി സ്ഥലത്തില്ലെന്നറിഞ്ഞ് നീ പുറത്തു വന്നതാണല്ലോ. നീയൊക്കെ വന്നു നിന്നത് എൻ്റെ അമ്മയുടെ മുന്നിലായിപ്പോയി. അമ്മ അവിടെ ഇല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. നീ ഒന്ന് പോടാ. എന്റെ ചേച്ചിയുടെ മുന്നിൽ നിന്ന് നീ വിറയ്ക്കുന്നത് ഞാൻ കണ്ടതാ. കിട്ടിയതൊന്നും നിനക്ക് പോരടാ. പോരാത്തത് കൊണ്ടാ ഞാൻ വീണ്ടും വന്നത്. ഇനി എനിക്ക് നോക്കാനൊന്നുമില്ലടി. എവിടുന്നോ വീട്ടിലേക്ക് കയറി വന്ന ഒരുത്തി എൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് എൻ്റെ കവളത്തടിച്ചു. തിരിച്ചടിച്ചില്ലെങ്കിൽ ആണെന്ന് പറഞ്ഞ് നടന്നിട്ട് എന്താടി കാര്യം? നിന്നെ ഒന്ന് പുറത്ത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു ഞാൻ. നീ ഈ നാട്ടിൽ മനസമാധാനത്തോടെ ഇനി ജീവിക്കില്ലടി. എനിക്ക് ജീവിക്കാൻ നിന്റെ ഔദാര്യൊന്നും വേണ്ടടാ. വേണോടി. അതിന് വേണ്ടതൊക്കെ നീ എൻ്റെ കയ്യിൽ നിന്ന് പലപ്പോഴായി വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് നഷ്ടമായത് 2 മൊബൈൽ ഫോണാ, അതും വില കൂടിയത്. നീ നിന്റെ ചേച്ചിയും അതുകൊണ്ടാ നടക്കുന്നതെന്നും എനിക്കറിയാം. അതിന് മാത്രം ഞങ്ങൾ അതപ്പതിച്ചിട്ടൊന്നും ഇല്ലടാ. ഞങ്ങൾ ആ ഫോണുകൾ നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കല്ലടി. നിന്റെ കയ്യിൽ ആ ഫോണുണ്ട്. അത് നീ മോഷ്ടിച്ചെന്ന് പറഞ്ഞ് ഞാനൊരു പരാതി പോലീസിൽ കൊടുക്കും. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? നിന്റെ വീട്ടിൽ നിന്ന് ഫോൺ പിടിച്ചെടുക്കില്ലേ? അതിനകത്തുള്ള വീഡിയോയ്ക്ക് ഞാൻ സമാധാനം പറഞ്ഞോളാം. എന്താടി, നിനക്കൊന്നും പറയാനില്ലേ? ഇനി എന്തു വന്നാലും നാണക്കേട് നിനക്കാ. എന്നാലേ നീ പോയി കേസ് കൊടുക്കടാ. എനിക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യോടി. എന്റെ നഷ്ടങ്ങൾക്കും ഞാൻ അനുഭവിച്ച അപമാനത്തിനും എന്റെ ചെകിടത്ത് നിന്റെ ചേച്ചിയെ അടിച്ച അടിക്കും നീ പരിഹാരം ചെയ്യണം. അതുവരെ സാജി നിന്നെ വിടില്ലടി. മാറി നിൽക്കടി. Eight. 3 + 3 Six. ഇനിയിപ്പോ ഇതുപോലെ അത് ചെയ്ത് ഇനി തന്നെ പെട്ടെന്ന് ആൻസർ ചെയ്തല്ലോ. മോളെ, അമ്മേ, ചേച്ചി പഠിപ്പിച്ചെന്ന എല്ലാം മനസ്സിലാവും അമ്മേ. അത് മോള് പഠിക്കാൻ മിടുക്കിയായതുകൊണ്ട്. എനിക്ക് ഈ കണക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അവൾക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒന്നും അറിയില്ലേ ചേച്ചി. എടി, നീ പോടി. നിന്നോട് അവൾ എന്തും ചോദിക്കുന്നതല്ലേ? ഞാൻ പറഞ്ഞു കൊടുത്താലൊന്നും അവളുടെ തലയിൽ കേറില്ല. മിന്നു മോളെ, ഞാൻ പഠിപ്പിച്ചുതരാം. നമുക്ക് മുറിയിലേക്ക് പോവാം. വാ. ബുക്കിംഗ് എടുക്ക. ചേച്ചി എന്തൊക്കെയാ പഠിപ്പിച്ചേ? എന്ത് നല്ല ചേച്ചിയാ. ഈ ചേച്ചിയുടെ ബന്ധുക്കളാരും വരില്ലേ അമ്മേ? അവളുടെ ബന്ധുവല്ലേ കാർത്തിയായനി. അവള് വരുന്നുണ്ടല്ലോ. പാവേനെ പ്രസവിച്ച ചേച്ചി പോവുമല്ലേ അമ്മ? പിന്നെ പോകാതെ? എല്ലാ വിഷയവും ചേച്ചിക്ക് അറിയാമേ. ടീച്ചറിന് ഒന്നും അറിഞ്ഞൂടാ. സംശയം ചോദിച്ചാൽ ദേഷ്യപ്പെടും. അയ്യോ, അങ്ങനെ ഒന്നും പറയരുത്. പിടിക്ക്, ബാക്കിയോടെ എഴുതിക്കോ. ദാ
ഒഴിവില്ലല്ലേ? പോയിട്ട് എന്തായി മോളെ? മുഖം കണ്ട അറിയില്ലേ? പിന്നെന്താ നീ താമസിച്ച്? ഞാൻ കുറെ കടകളിലൊക്കെ കയറി ജോലി തിരക്കി. ഒരിടത്ത് ശരിയായിട്ടുണ്ട്. എനിക്ക് ആ പ്രതീക്ഷ ഉണ്ടായിരുന്നു. നിനക്ക് നന്നായിട്ട് തയ്ക്കാൻ അറിയാലോ. പിന്നെന്താ നിന്റെ മുഖം വാടിയിരിക്കുന്നത്? സന്തോഷിക്കാനായി നമുക്കെന്താ ഉള്ളത്? ശമ്പളം വല്ലതും പറഞ്ഞ മോളെ? 6000 രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോ അതൊരു വലിയ തുകയല്ലേ. ഇവിടെ ഇരുന്ന എന്ത് കിട്ടാനാ? നല്ല പണിയുണ്ടാവുമല്ലേ? ആരുടെ കടയാ? ആര്യങ്കാവിലാണോ? സുനന്ദ എന്ന അവരുടെ പേര്. 3 പേര് ജോലിക്കുണ്ടായിരുന്നു. ഒരാള് പോയ ഒഴിവിലാ ഞാൻ ചെന്നത്. തച്ച് കാണിച്ചപ്പോ അവർക്കിഷ്ടപ്പെട്ടു. ഒരു ജോലി അറിയാവുന്നതിന്റെ വില ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കുന്നത്. നാളെ എപ്പോഴാ മോളെ പോകണ്ടേ? 9 മണിക്ക് ചെല്ലണം. നീ ഡ്രസ്സ് മാറിയിട്ട് വാ, ഞാൻ ചായ എടുക്കാം. നിന്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന എന്തോ സംഭവിച്ചിട്ടുണ്ട്. നീ അത് പറ. ആ സജിയെ ഞാനിന്ന് കണ്ടു. എന്നെ അവൻ വെറുതെ വിടില്ലെന്ന് ഭീഷണിയായിട്ടാ വന്നത്. അവൻ ഇനി നിന്റെ മുമ്പിൽ വരില്ലെന്നല്ലേ പറഞ്ഞത്? അച്ചുവേച്ചി ഇവിടെ ഇല്ലെന്ന് അവൻ എങ്ങനെയോ അറിഞ്ഞു. അവൻ വല്ല പ്രശ്നം ഉണ്ടാക്കൂ? അവന് പറ്റുന്നതൊക്കെ ചെയ്യട്ടെ. എന്റെ മുമ്പിൽ അവന്റെ വിളച്ചിൽ വില പോവില്ല. അവനെ എങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം. നമ്മളൊന്ന് സൂക്ഷിക്കണം. നീ പുറത്തിറങ്ങാൻ വേണ്ടി കാത്തിരുന്നത് അവൻ. അവന്റെ കയ്യിൽ ആ വീഡിയോ ഉണ്ടോന്ന് നമുക്കിപ്പോഴും അറിയില്ല. സുധി, ചായ. ആ താൻ സമയത്തൊന്നും കഴിക്കുന്നില്ലേ? എന്താ അങ്ങനെ ചോദിച്ചേ? ഉച്ചയ്ക്കൊന്നും കഴിക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ദിവസം ചെല്ലും തോറും തനിക്ക് വരുന്ന മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോ പഴയ നിരഞ്ജനാണെന്ന് പറയില്ല. ടെൻഷൻ അതിന് കാരണം. ഓരോ ദിവസവും ശുഭകരമല്ലാത്ത ഒന്നും കേൾക്കരുതേ എന്നുള്ള പ്രാർത്ഥനയുള്ളൂ എനിക്ക്. എനിക്കതിലൊരു ടെൻഷനുമില്ല. ദൈവം നമ്മളെ കൊണ്ടെത്തിച്ച റൂട്ടാത്. തടസ്സങ്ങളൊന്നുമില്ലാതെ നിരഞ്ജനയുടെ കയ്യിൽ കുഞ്ഞു വരും. താനൊന്ന് സമാധാനമായിട്ടിരിക്കേ. പിന്നെ നിരഞ്ജനയുടെ ആന്റിയുടെ വരവിന്റെ കാര്യത്തിൽ വല്ല തീരുമാനമായോ? യാത്രയ്ക്ക് വേണ്ട തയ്യാറെടുപ്പ് തുടങ്ങിയെന്ന് രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞു. അല്ല, അവർക്കെന്തെങ്കിലും ജോലിയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ജോലി ഉള്ളതായിട്ട് എനിക്കറിയില്ല. പക്ഷേ മരിച്ചുപോയ ഹസ്ബൻഡിന് എന്തൊക്കെയോ ബിസിനസ് ഉള്ളതായി ഞാൻ അറിഞ്ഞിരുന്നു. അകറ്റി നിർത്തുന്നവരാ പലപ്പോഴും നമുക്കൊരു സഹായത്തിനായി വരുന്നത്, അല്ലേ സുധി? അവരെക്കുറിച്ച് കേട്ടിട്ട് കുഞ്ഞിനെ അവരെ കൈകൊണ്ട് തൊടുന്ന പോലെ എനിക്ക് തോന്നില്ല. ഒരാളായിട്ട് കൂടെ നിൽക്കും മാത്രമേ ഉള്ളൂ. എനിക്കതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. അതുകൊണ്ട് തീരില്ല. ഒരു സെർവന്റ് കൂടിയേ തീരൂ. തുണി നനയ്ക്കാനും അടുക്കള പണിക്കും ഒക്കെ ഒരാൾ വേണം. അതവിടെ ചെന്ന് ആലോചിച്ചാൽ പോരെ? ഡെലിവറി കഴിഞ്ഞ് ഞാൻ കുഞ്ഞുമായി അവിടെ ചെന്നൊന്ന് വരുത്തി തീർത്തിട്ട് വേണം ഒരു സെർവന്റിനെ കൊണ്ടുവരാൻ. അതിന്റെ ചുമതലയും നമുക്ക് പൈസ തന്നെ ഏൽപ്പിക്കാം. ആ, പിന്നെ എന്റെ പ്രോബ്ലം ഒക്കെ ആന്റിക്ക് അറിയാവുന്നാണോ സുധി കരുതുന്നേ? എന്താ, അതവർക്ക് അറിയത്തില്ലേ? ഇല്ല. തന്റെ സംസാരം കേട്ടപ്പോൾ അവർക്കെല്ലാം അറിയാമെന്നാണ് ഞാൻ കരുതിയത്. ആന്റി കൂടെ കൂട്ടുന്നതിനോട് അച്ഛന് ശക്തമായ എതിർപ്പാ ഉള്ളത്. ആ പേര് പറഞ്ഞ് അച്ഛനെ അമ്മയും വിളിക്കാനാണ് ഞാൻ പോയത്. എന്റെ കല്യാണം പോലും അച്ഛൻ ആന്റി അറിയിച്ചിരുന്നില്ല. ആന്റിക്ക് വരാൻ ഒരു മനസ്സുണ്ടായത് തന്നെ അച്ഛനോട് മധുരമായി പകരം വീട്ടാനാ. അപ്പോ ഒയ്യാരത്തുമായി നിരഞ്ജന വിട പറഞ്ഞു അല്ലേ? ഇനി അച്ഛനും അമ്മയും എന്നെ തേടി വരണം. അവരെ ഞാൻ കൊണ്ടുവരും. അളിയന്റെ മനസ്സിന്ന് ഇപ്പോഴത് പോയില്ലേ? മരണം വരെ എനിക്കത് മറക്കാൻ കഴിയുമോ നടരാജ? ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കാശ് ചോദിച്ച് രാജപ്പൻ മുന്നിൽ വന്നു നിന്ന ചിത്രം എന്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വരും. ഒരു കല്യാണക്കുറി കാണിച്ച് രൂപ 15 ലക്ഷമാ അവൻ ജയന്തിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയത്.
15 ലക്ഷം രൂപയല്ലേ പോയുള്ളൂ എന്ന് ആശ്വസിച്ചൂടെ അളിയ? അന്ന് ആ ഫോൺ എടുത്തത് സുധിയായിരുന്നെങ്കിലോ? പിറ്റേന്ന് കല്യാണം നടക്കൂ? സുധി ഫോൺ എടുത്തെങ്കിൽ രാജപ്പന്റെ കള്ളക്കളി അന്നുകൊണ്ട് അവസാനിച്ചേനെ. അർച്ചനയുടെ ശബ്ദം കേട്ട സുധി തിരിച്ചറിയില്ലേ? ഒരു പെണ്ണ് ഒച്ചയടക്കി വിളിച്ച തിരിച്ചറിയാനൊന്നും പറ്റില്ല. സുധി കല്യാണത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് രാജപ്പൻ കണക്കൂട്ടി. കല്യാണം കഴിഞ്ഞ സുധി രാജപ്പനെ തിരിച്ചു വിളിക്കും. നല്ലൊരു തുക നൽകി അബോർട്ട് ചെയ്യിപ്പിക്കാമെന്ന് രാജപ്പൻ പറയും. നമ്മളറിയാതെ ചോദിക്കുന്ന കാശ് സുധി കൊടുക്കുന്നുള്ള പ്രതീക്ഷയിലായിരുന്നു രാജപ്പൻ. എല്ലാം പൊളിഞ്ഞില്ലേ? അവനെ വിട്ടുകളയണമെന്നാണോ നടരാജൻ ഇപ്പൊ പറഞ്ഞു വരുന്നേ? അതെ, അവനോട് പ്രതികാരത്തിന് പോകുന്നത് നമ്മുടെ അന്തസ്സിന് യോജിച്ച കാര്യമല്ല. വീടും പറമ്പും വാങ്ങാൻ കൊടുത്ത കാശ് വിട്ടേക്കാം. അതുകൊണ്ടല്ലേ അർച്ചനയെ നാട് കടത്താനും അവളുടെ കല്യാണം നടത്താനും അവന് സാധിച്ചത്. പിന്നെ വാങ്ങിയ 15 ലക്ഷം, അതുകൊണ്ട് അവൻ അവളുടെ കെട്ട് നടത്തി കാണും. നമ്മളെ കബളിപ്പിക്കാൻ നോക്കിയെന്നല്ലാതെ നഷ്ടമൊന്നും നമുക്ക് വന്നിട്ടില്ല. അവന്റെ നിലവാരം വെച്ച് അവനൊന്ന് കളിക്കാൻ നോക്കി. അളിയനത് വിട്ടേക്ക്. അവന്റെ പിന്നാലെ പോയാ നമ്മളെ നാറും. ശിക്ഷ കൊടുക്കുന്നത് ആളിന്റെ നിലവാരം നോക്കിയല്ല. ഞാനത് ശീലിച്ചിട്ടുമില്ല. അവൻ എന്നോട് കാണിച്ച വഞ്ചന ഞാൻ പൊറുക്കില്ല. വിളിച്ചു വരുത്തും ഞാൻ അവനെ. എന്നിട്ട് അവനുള്ള ശിക്ഷ വിധിക്കുകയും ചെയ്യും. Who went to graze the cattle into the field? The shepherd boy. ഇന്നത്തെ പഠിത്തം മതി. പോയി കിടന്ന് ഉറങ്ങു മക്കളെ. ഉറക്കമൊന്നും വരുന്നില്ല അമ്മേ. ഇന്ന് പഠിച്ചത് മതി. ചേച്ചിക്ക് അങ്ങനെ ഒരേ ഇരിപ്പിരിക്കാനൊന്നും പറ്റില്ല. കഷ്ടപ്പെടുത്തുന്നതിന് ഒരു പരിധിയില്ലേ? ദേ, ബാഗൊക്കെ എടുത്തു വെച്ചേ. ചെല്ല്, വേഗം പോയി കിടന്നു. ചെല്ല് ചെല്ല്. പഠിക്കാൻ വിളിച്ച ഓരോ കുട്ടികളെ ഒഴിഞ്ഞു മാറിക്കളയും. ചേച്ചിയുടെ കുട്ടികൾ അങ്ങനെയല്ല. എന്ത് ചെയ്യാൻ അർച്ചനെ? സർക്കാർ സ്കൂളായതുകൊണ്ട് ചെലവൊന്നുമില്ലാതെ പോകുന്നു. എങ്കിലും സ്കൂള് തുറക്കുമ്പോൾ നില പരിങ്ങലിലാവും. 10 വരെ ചിന്നുവിനെ കൊണ്ടെത്തിക്കണം. അത് കഴിഞ്ഞാൽ വല്ല നഴ്സിങ്ങിനും വിടണം. അതിന് +2 കഴിയണ്ടേ ചേച്ചി? എനിക്കൊന്നും അറിയില്ല അർച്ചനെ. പഠിക്കാനുള്ള താല്പര്യമില്ലായിരുന്നെങ്കിൽ ഒരു വിഷമവും തോന്നില്ലായിരുന്നു. അമ്പിളിയും +2 കഴിഞ്ഞ് വീട്ടിലിരിപ്പാ. കുഞ്ഞമ്മയ്ക്കും മക്കൾക്കും അർച്ചനയോട് വലിയ സ്നേഹമാണല്ലേ? പിന്നെന്തിനാ ചിറ്റപ്പൻ മാത്രം നിന്നെ പിടികൂടാൻ നടക്കുന്നേ? ചിറ്റപ്പൻ എന്റെ കുഞ്ഞിനെ കൊടുക്കാന്നും പറഞ്ഞ് പണം വാങ്ങിയിട്ടുണ്ട്. നീ ഇവിടെയുള്ള വിവരം കുഞ്ഞമ്മയ്ക്കും മക്കൾക്കും അറിയാമോ? ഇല്ല. ഞാൻ കാർത്തു ചേച്ചിയുടെ വീട്ടിലുള്ള വിവരം അവർക്കറിയായിരുന്നു. അമ്പിളിയുടെ ഒരു കൂട്ടുകാരി അതിനടുത്താ താമസിക്കുന്നത്. ചിറ്റപ്പൻ എന്നെ തേടി നടന്നിട്ടും അവരാരും അത് പറഞ്ഞില്ല. കാർത്തു ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഞാൻ പോയ വിവരം അവരറിഞ്ഞു കാണും. എവിടേക്കാ പോയതെന്നറിയാതെ അവരിപ്പോ വിഷമിക്കുന്നുണ്ടാവും. ഞാൻ എവിടെയായാലും സുരക്ഷിതയായി ഇരിപ്പുണ്ടെന്ന് മാത്രം അവരറിഞ്ഞാൽ മതി. പിന്നെ ചേച്ചി ഒന്ന് സഹായിച്ചാ ഞാനൊന്ന് വിളിച്ചു പറയാം. ചേച്ചിയുടെ പേരോ താമസിക്കുന്ന സ്ഥലവും ഒന്നും ഞാൻ പറയില്ല. ഞാൻ ജീവനോടെ ഉണ്ടെന്ന് മാത്രം ആ പാവങ്ങളൊന്നും അറിഞ്ഞോട്ടെ. അതുമാത്രം നീ എന്നോട് ആവശ്യപ്പെടരുത്. ചെയ്യരുതെന്ന് കാർത്തികേയന് പറഞ്ഞത് ഈ ഒരൊറ്റ കാര്യ. നീ ആരും വിളിക്കരുതെന്ന്. ഞാനതിന് കൂട്ടി നിൽക്കില്ല. എന്നോട് നിനക്ക് എന്തു തോന്നിയാലും വേണ്ടില്ല. അയാളെ വിളിച്ചെന്ന് കരുതി രായപ്പൻ അങ്ങോട്ട് പോവരുത്. എന്താ വാച്ചറേ? അത് തന്നെയാ ഞാനും പറയുന്നത്. പോകരുതെന്ന് പറഞ്ഞാൽ പോകരുത്. നിങ്ങളെ കാണണമെങ്കിൽ SP അല്ല കേണലായാലും ഇങ്ങോട്ട് വരട്ടെ. അയാള് വരട്ടെ. രായപ്പൻ പെണ്ണിനെ
കാർത്തിയാനയുടെ വീട്ടിൽ കൊണ്ട് വിട്ടതിന് ഞങ്ങൾ സാക്ഷികളാണെന്ന് പറയും. അയാളുടെ മുന്നിലല്ല, എവിടെ വേണേലും ഞങ്ങൾ ഒന്നും പറയും. എന്തായാലും നിങ്ങൾ എന്റെ കൂടെ നിൽക്കുമെന്ന് എനിക്കറിയാം. അവളുടെ കയ്യിൽ നിന്ന് പെണ്ണ് ചാടിപ്പോയെന്ന് പറഞ്ഞ അയാള് കാർത്തിയായനെ പൊക്കും. എന്നെ കണ്ടിട്ട് പോലും ഇല്ലെന്നാ അവൾ SP പറഞ്ഞേ. ഒരു പെണ്ണിന്റെ പിന്നാലെ അവര് പോവില്ല. അവർക്കതിന്റെ പിന്നാലെ പോവേണ്ട കാര്യവുമില്ല. സത്യം പറഞ്ഞ രായപ്പൻ അവളെ പേടിയാ. പേടിയോ? എനിക്കോ? എവളെക്കാളും ഒരുപാട് പിഴകളെ കണ്ടവനാ ഞാൻ. എനിക്ക് വേറൊരു സംശയമാ തോന്നുന്നത്. ചെവളയ്ക്ക് കൊടുക്കാനാണെങ്കിൽ അർച്ചനെ അവൾ എന്തിനെ കുറെ കാലം കൂടെ താമസിപ്പിക്കണം? കൈ കിട്ടിയതിന്റെ പിറ്റേന്ന് ചെവളയെ വിളിച്ചു വരുത്തി പിടിച്ചു കൊടുത്താ പോരെ അല്ലേ? ആശാൻ പറയുന്നതും ശരിയാ. പെണ്ണിന് മാസം കൂടാൻ വേണ്ടി അവൾ എന്തിനു കാത്തിരിക്കണം? ആശാ പറഞ്ഞു വരുന്നെന്താ? കൊച്ചിനെ SP കൊടുക്കാനല്ലേ രായപ്പൻ അവളെ അവിടെ കൊണ്ട് നിർത്തിയത്? രായപ്പൻ മനസ്സിൽ കാണുന്നത് കാർത്തിയായനി മാനത്ത് കാണും. പറഞ്ഞത് കേട്ടുവെച്ച് നോക്കുമ്പോ കാർത്തിയായനി കൊച്ചിനെ SP കൊടുത്ത് പണം തട്ടാനാ പദ്ധതി ഇടുന്നത് അല്ലടോ? ഞാൻ പറഞ്ഞത് വല്ല മനസ്സിലായോ? ഒരു സംശയവുമില്ല. അവള് രക്ഷയോടുന്ന അതൊക്കെ തന്നെ. അങ്ങനെയെങ്കിൽ പെണ്ണിനെ ചെവിള കൊണ്ടുപോയിട്ടില്ലെന്ന് വേണം നമ്മൾ കരുതാൻ.